നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, യോജിക്കുന്നില്ല. നിങ്ങൾ യോജിക്കാത്ത നിങ്ങൾ ആ ഉസ്താദിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഇല്ല. പറഞ്ഞിട്ടില്ല. ഇവിടെ ആരെങ്കിലും ആ ഉസ്താദിനെ തിരുത്താൻ വേണ്ടി മുന്നോട്ട് വന്നോ? വിശ്വാസികൾ? ഇല്ല. ഇല്ല. അപ്പൊ അത് ആരെങ്കിലും ചെയ്യണ്ടേ? ഉം. അപ്പൊ ചെയ്യുന്നവരെ നിങ്ങൾ ചെയ്യാൻ അനുവദിക്കൂ. ഊമ്പി 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 ഊമ്പിപ്പോയി. നിങ്ങൾക്ക് മതമില്ലാതെ ജീവിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ടല്ലോ. ഇന്ത്യയിലില്ലല്ലോ. അതേപോലെ തന്നെ ഓരോരോ ആൾക്കാർക്കും അവരവരായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പിന്നെ എന്തിനാ നമ്മൾ ഇസ്ലാമിലുണ്ടോ അങ്ങനെ സ്വാതന്ത്ര്യം? എന്ത് പറ്റി രമണ? രണ്ടു ഓലക്കിലോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഹലോ, Yes. ആരിഫല്ലേ? ആ. ആ, പിന്നെ ആ. ഞാൻ പേര് പറഞ്ഞാല് എന്റെ പേരൊന്നും നിങ്ങൾ വീഡിയോയിൽ ഇടാൻ പാടില്ല, യൂട്യൂബില്. ആ, ഓക്കെ. എന്താ പേര്? ആ, പേര് ഉറപ്പായിട്ട് കട്ട് ചെയ്യണേ, അവിടെ മ്യൂട്ട് ആക്കണേ. ആ, നിങ്ങൾ എന്താ എക്സ് മുസ്ലിമാ വിശ്വാസിയാ? ഞാൻ വിശ്വാസിയാണ്. വിശ്വാസിയാണ്. ആ, പിന്നെന്താ പേടിക്കണം? അത്രയ്ക്ക് പേടിയാണോ? എന്നേരത്തെ അന്ധമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. ആ വിശ്വാസത്തിൽ അങ്ങ് പോകുന്നുണ്ട്. പഠിച്ചിന് 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ല. പിന്നെ പക്ഷെ ഞാൻ വിളിച്ചതിനുള്ള കാരണം എന്താ അറിയോ? അത് ഇവിടുത്തെ ബടാസാബിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു മിനിറ്റ്, മുഹമ്മദ് നബി 7ാം ആകാശത്ത് പോയതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, നിങ്ങൾ അന്ധവിശ്വാസി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഞാനിത് വിളിച്ചതിന് ഒരു റീസൺ ഉണ്ട്. ശരി. ഞാൻ നിങ്ങളെ വിളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇന്നാണ് എനിക്ക് നിങ്ങളെ കിട്ടിയത്. ബേബിയുടെ ചോദിച്ചില്ലേ, ഞാൻ ഉടനെ അങ്ങ് മാറ്റി കൊടുക്കാം. പിന്നെ എന്റെ ബോസ് ഉണ്ട്, പിന്നെ ആളൊരു നമ്പൂരിയാണ്. പക്ഷെ നിങ്ങളെ ഫുള്ള് വീഡിയോസും നിങ്ങൾ എപ്പോ അപ്ലോഡ് ചെയ്യുന്നോ അപ്പൊ കാണും. ആള് ആദ്യം എല്ലാ മതത്തിനെയും ഒരേപോലെ കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇസ്ലാം മതത്തിനോടെല്ലാം കുറച്ചൊരു അറ്റാച്ച്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എന്റെ ഒരു വ്യക്തിയായിരുന്നു. കുറച്ച് സഭ്യമായിട്ട് സംസാരിക്കാ, ഞാൻ 4 ആളറിയുന്ന ഒരു മാന്യനാണ്. പക്ഷെ നിങ്ങൾ എന്ന് യൂട്യൂബിൽ കേറി തുടങ്ങിയോ അന്ന് തൊട്ട് അയാൾ ആ വീഡിയോ കംപ്ലീറ്റ് കാണും. എനക്ക് ഓരോ വീഡിയോന്റെ പിന്നെ ലിങ്ക് ഇട്ടുതരും. അത് കാണും, ഇത് കാണും. എന്നിട്ട് ഇതിപ്പോ ഫുള്ള് ഇപ്പൊ എന്നെക്കാളും അറിവ് അദ്ദേഹത്തിനുണ്ട് നിങ്ങളെ ക്ലാസ് കേട്ടിട്ട്. അത് വെച്ച് എന്നെ ഭയങ്കരമായിട്ട് വിമർശിക്കുക, അല്ലെങ്കിൽ എന്നെ നിങ്ങൾ വിളിക്കും പോലെ മുഹമ്മദ് നബിനെ മുഹമ്മദ് പിന്നെ അങ്ങനെ വിളിച്ച് പിന്നെ എന്നെ എപ്പോഴും ഞാൻ എന്തെങ്കിലും പറയുമ്പോ അതിനെ കുറിച്ച് പരിഹസിക്ക, ഇങ്ങനെ പരിഹസിക്ക. സത്യം പറഞ്ഞാൽ നിങ്ങളെ ഈ വീഡിയോസ് കാരണമില്ലേ ശരിക്കും ഞാൻ നമ്മളെ പോലെയുള്ള കുറെ ആൾക്കാർ പെടുന്നുണ്ട്. എന്റെ സുഹൃത്താണ് ഇവൻ, ആദ്യം പിടിച്ച് പുറത്താക്കി. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാം. ഞാൻ ചോദിച്ചാ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ധവിശ്വാസിയല്ല, വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം വിശ്വസിക്കുന്നൊന്നുമില്ല. അല്ലാഹ് വിശ്വസിക്കുന്നുണ്ട്, നബിയില് വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കാത്തതിന് പറഞ്ഞ ഉദാഹരണം പറഞ്ഞ അങ്ങനെ വെച്ച് കഴിഞ്ഞാല് നേർച്ചകള്, പിന്നെ അങ്ങനത്തെ പഠിച്ചത് ജമാ ഇസ്ലാമിന്റെ മദ്രസിലാണ്. സുന്നി മദ്രസില് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിച്ചായിരുന്നു. പിന്നെ അവിടുത്തെ ഉസ്താമാരെ ചെറിയ ഒരു പ്രശ്നം കൊണ്ട് അവർക്ക് പൊതുവെ ഒരു വേർതിരിവ് കൂടുതലാണ്. നിങ്ങൾ എന്നെ ശരിക്കും ആക്കുകയാണോ? പിന്നെ അവിടെ പഠിച്ചത് കേട്ടില്ല, ലാസ്റ്റ് പറഞ്ഞു കേട്ടില്ല. ജമാ ഇസ്ലാമിന്റെ മദ്രസിലായിരുന്നു പഠിച്ചത്. ഞാൻ 7 വരെ പഠിച്ചിട്ടില്ലോ. അങ്ങനെ അതിനോട് ഇങ്ങനെ ഞാനിപ്പോ പറഞ്ഞ പോലെ പർദ്ദ ഇട്ടിട്ട് നടക്കാം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ ഞാൻ ഇന്ന വരെ പർദ്ദ കല്യാണം കഴിഞ്ഞപ്പോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര വിശ്വാസികളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് അവരെ വീട്ടിൽ പോകുമ്പോൾ മാത്രം ഇടും. അല്ലാണ്ട് പുറത്ത് ഞാൻ ജോലിക്കെല്ലാം പോകുമ്പോ എന്റേതായ രീതിയിൽ ജീൻസ് ആയാലും ടോപ്പായാലും അങ്ങനെ എന്റെ ഇഷ്ടത്തിന് ഞാൻ വസ്ത്രം ധരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രക്കായല്ലേ? അല്ലാണ്ട് ഇസ്ലാം ഇങ്ങനെ ജീവിക്കാമോ അങ്ങനെ ഒരാളൊന്നല്ല. നിങ്ങളപ്പോ ഹിജാബിൽ വിശ്വസിക്കാത്ത ഒരു മുസ്ലിമാണ്. യെസ്. അങ്ങനെ ഹിജാബ് ഉമ്മാവ് നിർബന്ധിച്ചിട്ടില്ല കേട്ടോ. ഉമ്മാന്റെ ഒരിക്കലും അതിനെ ഫോഴ്സ് ചെയ്തിട്ടില്ല. നീ ഹിജാബ് ഇട്ടിട്ടേ പുറത്തൊക്കെ കയറുന്നില്ല. ഉമ്മ നിർബന്ധിച്ചിട്ടല്ലോ നിങ്ങൾ മതം ഫോളോ ചെയ്യേണ്ടത്. അള്ളാഹു മുഹമ്മദ് നബി എന്ത് പറഞ്ഞു എന്നുള്ളതിനനുസരിച്ചിട്ടല്ലേ. ഓഹോ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അല്ല, നിങ്ങൾ സംസാരിക്കാൻ ഒന്നാമതൊക്കെ ഭയങ്കര പേടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാല് നിങ്ങൾ നമ്മളെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കല്ലോ. അതുകൊണ്ട് ഞാനുള്ള കാര്യം ചോദിക്കണത് വളച്ചൊടിക്കാന്നൊക്കെ പറയണെന്തിന്? നിങ്ങളിപ്പോ ഈ പറഞ്ഞത് തെറ്റല്ലേ?
അങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അല്ല, നിങ്ങൾ എന്താ ഇപ്പൊ മാറ്റി പറയണത്? മനുഷ്യരുടെ ജാതകമല്ലേ, മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ ഉമ്മാനേക്കാളും പക്ഷെ ബാപ്പാനേക്കാളും ഒക്കെ എനിക്കൊരു കൂടുതൽ സ്നേഹിക്കണം. എന്നറിയോ, അതുകൂടാതെ ഇസ്ലാമിൽ എന്ത് പറയണോ അത് അതേപോലെ ഉൾക്കൊള്ളണം, സബ്മിറ്റ് ചെയ്യണം. അങ്ങനല്ലേ? ഹലോ, മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കുന്ന എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കേട്ടില്ല. നിങ്ങൾ ഇത്രയും പറഞ്ഞത് കേട്ടില്ല. എന്താ പറഞ്ഞേ? അല്ല, നിങ്ങൾ ഈ പറയുന്നത് ശരിയാണോന്നാ ഞാൻ ചോദിച്ചത്. അതായത് പിന്നെ നിങ്ങള് ഇതുപോലെയുള്ള വീഡിയോസ് ഇട്ടിട്ട് ബാക്കിയുള്ളവരെയും കൂടി നിങ്ങള് പ്രശ്നത്തിലാക്കരുത് എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാനല്ലല്ലോ പ്രശ്നത്തിലാക്കിയത്. നിങ്ങൾ എന്തിനാണ് നമ്പൂരിശന്റെ അടുത്ത് പോയിട്ട് ഞാൻ നിങ്ങൾ ഈ പറയട്ടെ, മതത്തിന്റെ ഓക്കെ, കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്? പറയുന്നത് എന്തറിയോ, ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നവർ അറിയട്ടെ, അറിയാത്തവർ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ മുസ്ലിങ്ങൾക്ക് പോലും ഇസ്ലാം എന്താണ് അവര് അതിന് അവരറിയണം. എന്താ പറയണ്ട, അവരറിയണം ഇസ്ലാമിനെ കുറിച്ച്. ഇസ്ലാമിന്റെ തനിക്കോണം നാട്ടുകാർ മുഴുവൻ അറിയണം. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബോസ് ആയിട്ടുള്ള നമ്പൂരിശന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്താ പറയാറുള്ളത്? അത് എപ്പോഴും ഫൈറ്റാ. എനിക്കിത് കേൾക്കുമ്പോ ചൊറിഞ്ഞു വരും. അന്നെ എപ്പോഴും ഇങ്ങനെ. അതിപ്പോ എന്റേത് കേൾക്കുന്ന കാര്യമല്ല, അല്ലാതെ തന്നെ നിങ്ങൾ എന്തെങ്കിലും അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് മതത്തിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാറുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അങ്ങനെ ഒരു മതത്തിനെ കുറിച്ചും പറയില്ല. പക്ഷെ ഞാന് അങ്ങനെ ആ ഒരു ഭയങ്കര ചിട്ടയിൽ ജീവിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ ഇങ്ങളെ കേട്ടിട്ട് അതിന് അഡിക്റ്റ് ആയിട്ട് പിന്നെ എന്റെ ഉമ്മാരെ അനിയത്തിയുണ്ട്, സിസ്റ്റർ ഉണ്ട്. അവര് ജമാഅത്ത് ഭയങ്കര ടീമാണ്. മദ്രസയിലെല്ലാം പഠിപ്പിക്കുന്ന എന്നെ പോലെയല്ല, കുറച്ച് എന്താ നിന്റെ ഉദ്ദേശം? അപ്പൊ കേട്ടില്ല. നിങ്ങള് റേഞ്ച് പോകുന്നുണ്ട്. നിങ്ങൾ റേഞ്ചുള്ളടത്ത് നിൽക്കും. ഇപ്പൊ റേഞ്ച് ഒക്കെ അല്ലേ? പറയൂ. എന്തിനാണ് അവന്മാരെ വിളിക്കുന്നത്? ഇതൊക്കെ നമുക്ക് എടുക്കാവുന്നല്ലേ ഉള്ളൂ. വേണ്ട, ഞാൻ വിളിക്കാം. ശേഖരേ, പിന്നെ ഞാൻ പറയുന്നത് എന്തറിയോ, ഇപ്പൊ നിങ്ങൾ ഈ ഇപ്പൊ വീഡിയോസ് ഇടുന്ന കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ ജീവിക്കുന്ന ആൾക്കാരൊന്നല്ലല്ലോ ഇപ്പൊ നമ്മളെ ഇന്ത്യയിലൊന്നും ഇല്ലത്, ആണോ? ആൾക്കാരുണ്ടല്ലോ. പിള്ളേരാണ് ചിലപ്പോ ചരിത്രം പഠിക്കുന്നത്. ഏടെയില്ല, ഇപ്പൊ വളരെ ചുരുക്കം. ചിലപ്പോ നമ്മൾക്ക് പിന്നെ അങ്ങനെ ഇന്നിപ്പോ ഒരു പെൺകുട്ടി നിലവിളിച്ചിട്ട് ഇവിടെ ഒരു പത്രത്തിലൊരു വാർത്തയൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ ഉമ്മ മണാലിയിൽ പോയിട്ട് മഞ്ഞെറിഞ്ഞ് കളിച്ചു. അത് വിമർശിച്ചിട്ട് ഒരു ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചു. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഉമ്മമാരൊക്കെ വീട്ടിലിരുന്ന് ദിക്ർ ചെയ്യലാണ്, മഞ്ഞെറിഞ്ഞ് കളിക്കരുതെന്ന് പറഞ്ഞ ഉസ്താദ്. നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, നിങ്ങൾ യോജിക്കാത്ത നിങ്ങൾ ആ ഉസ്താദിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഇവിടെ ആരെങ്കിലും ആ ഉസ്താദിനെ തിരുത്താൻ വേണ്ടി മുന്നോട്ട് വന്നോ? വിശ്വാസികൾ? ഇല്ല. അപ്പൊ അത് ആരെങ്കിലും ചെയ്യണ്ടേ? അപ്പൊ ചെയ്യുന്നവരെ നിങ്ങൾ ചെയ്യാൻ അനുവദിക്കൂ. പോയി നിങ്ങൾക്ക് വിഷമമൊക്കെ ഉണ്ടാവും. എനിക്കറിയാം. ചെയ്യുന്നവര് ചെയ്തോട്ടെ. ചെയ്യുന്ന ആളാണ് ഞാൻ. എന്റെ അടുത്ത് വിളിച്ചിട്ട് നിങ്ങൾ ചെയ്യണ്ടെന്ന് പറയണ എന്തിനാ? അത് നിങ്ങൾ സ്വയം പറയൂ. നിങ്ങൾ എന്ത് വിവരക്കാനാണ് ഈ പറയുന്നത്? ഇസ്ലാം മതം വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാം മതം വിശ്വസിക്കണ്ട. അതല്ല ഹിന്ദു, നിങ്ങൾക്ക് മതമില്ലാതെ ജീവിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ടല്ലോ. അതേപോലെ തന്നെ ഓരോരോ ആൾക്കാർക്കും അവരവരുടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പിന്നെ എന്തിനാ നമ്മൾ ഇസ്ലാമിലുണ്ടോ അങ്ങനെ സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിലുണ്ടോ? ഇസ്ലാമിൽ മതം വിട്ടവൻ എന്ത് ചെയ്യണമെന്നാ പഠിപ്പിക്കുന്നത്? അതല്ല ഇപ്പം ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ പറയും. ഇസ്ലാമിൽ എന്താ പറയുന്നത്? മതം വിട്ടവൻ എന്ത് ചെയ്യണമെന്നാ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അങ്ങനല്ല, അങ്ങനെ നോക്കിയാല് ഞാൻ ചോദിക്കട്ടെ, നമ്മള് നല്ല ഹാജിമാരോ, ഞാൻ പറയട്ടെ, നല്ല ഹാജിമാരായിട്ടും അല്ലെങ്കിൽ ചോദിച്ചതിന് ഉത്തരം പറയാം. മതം വിട്ടവൻ എന്ത് ചെയ്യണമെന്നാ ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഞാൻ അതിനുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനെന്നല്ലോ. നിങ്ങൾക്ക് അതിന് പറ്റില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത്. വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ, ഇല്ലാത്തവർ ചെയ്യണ്ട. ഇത് നിങ്ങൾ പറഞ്ഞല്ലേ, അത് നിങ്ങൾ ആദ്യം സ്വയം പറയൂ. ഇത് വെറും വേസ്റ്റ്. നിങ്ങൾ ആദ്യം സ്വയം പാലിക്കൂ. നിങ്ങൾ എന്തിനാ നിങ്ങൾ ആദ്യം അത് സ്വയം ശീലിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആദ്യം അത് നിങ്ങൾ സ്വയം പാലിക്കുക. ഞാൻ ആരെയും വിമർശിക്കാറില്ല. ഞാൻ ഒരു നിങ്ങൾ വിമർശിക്കണ്ടെന്നേ. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, വിമർശിക്കണ്ടാത്തവർ വിമർശിക്കണ്ട. ഇത് നിങ്ങൾ പറഞ്ഞല്ലേ ഇപ്പോ. അത് നിങ്ങൾ ആദ്യം സ്വയം തീരുമാനിക്കുക. അത് നിങ്ങൾ ആദ്യം സ്വയം പാലിക്കുക. പക്ഷെ നിങ്ങൾ അത് നിങ്ങൾക്ക് ബാധകമല്ലേ? അത് എനിക്ക് മാത്രമാണോ ബാധകം? പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത് എന്താടാ? മരുന്ന് അല്ല, നിങ്ങളത് പക്ഷെ അത് നിങ്ങൾക്ക് ബാധകമാണോ? അല്ലേ? ബാധകാണ്. അപ്പൊ ഞാൻ വിമർശിക്കുന്ന ആള് വിമർശിക്കട്ടെ, നിങ്ങൾ വിമർശിക്കാത്ത ആള് വിമർശിക്കണ്ട. മാറി നിന്നിട്ട് അടുക്കളയിൽ പോയിട്ട് പുട്ടുണ്ടാക്ക്. നിങ്ങൾ പോയിട്ട് ഓക്കെ പോയി പോയി പുട്ടുണ്ടാക്ക്. എന്റെ ഒരൊറ്റ തള്ളലുണ്ട് ഇത് ജോയിന്റ് ആയിപ്പോയി. നന്നായിട്ട് തള്ളലാ ഞാൻ. ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ,
അല്ല അല്ല ഒരു മിനിറ്റ് എന്താണ്? നിങ്ങൾ അതിനെന്താ പറയാനുള്ളത്? ധൃതിയില് ഫോം വെക്കരുത്. എനിക്ക് വേറെ കാരണം- പണിയുണ്ട്. അതാണ് നിങ്ങളുടെ ഈ ഇതുപോലുള്ള വർത്തമാനം കേട്ട് നിൽക്കാൻ നമുക്ക് സമയമില്ല. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഈ നിങ്ങൾ പറഞ്ഞു വന്നതിന്റെ ഇതുപോലെ പൊള്ളത്തരം ഞാൻ ഇപ്പൊ കാണിച്ചു തന്നല്ലോ. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, അല്ലാത്തവർ വിമർശിക്കണ്ട. നിങ്ങൾ തന്നെ പറഞ്ഞു, അത് ആദ്യം നിങ്ങൾക്കാണ് ബാധകം. വെള്ളം കിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഞാൻ വിമർശിക്കുന്നവൻ ഞാൻ വിമർശിക്കട്ടെ. നിങ്ങൾ വിമർശിക്കുന്നില്ല, നിങ്ങൾ വിമർശിക്കണ്ട. പോയി പുട്ടുണ്ടാക്കൂ. ഓക്കെ, ശരിയാ, നിങ്ങൾക്ക് കടലക്കറി ഉണ്ടാക്കും. ഓക്കെ, എന്നാ ചെല്ല്, പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച് വിളമ്പ്. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. ഇവിടുത്തെ നാട്ടുകാർക്ക് എന്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.